ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 17. വമിൻ സമ്മ, ഇക്കാരണം കൊണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മുർസലും മുൻഖത്തിയും അത് രണ്ടിൻ്റെ ഇടയിൽ തഗായുറില്ല, തഗായുറുണ്ട്, ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ അക്സറുൽ മുഹദ്ദിസീങ്ങൾ അത് തഗായുറുണ്ട് എന്നും, അത് തഗായുർ എപ്പോഴാണ് ആ ഇസ്മിനെ ഹദീസിൻ്റെ മേൽ പറയുമ്പോൾ ഇത്ലാഖുൽ ഇസ്മിൻ്റെ അവസരത്തിലാണ്, അല്ലാതെ അതിൻ്റെ ഫീലിനെ മുസ്തഖായ ഫീലിനെ ഇസ്തിമാൽ ചെയ്യുമ്പോൾ ഇർസാൽ എന്നതിനെ മാത്രമാണ് ഉപയോഗിക്കുക. അത് മുൻഖത്തിയായ ഹദീസിനെ സംബന്ധിച്ചാലും മുർസലിനെ സംബന്ധിച്ചാലും അതിൻ്റെ റാവിയിലേക്ക് ചേർത്തി പറയുമ്പോൾ അർസലഹു ഫുലാനുൻ എന്നാണ് പറയുന്നത്. അവിടെ ഇൻകത്ത ഫുലാൻ എന്ന് പറയില്ല, അർസലഹു ഫുലാൻ എന്നാണ് പറയുക എന്ന് അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ മുൻഖത്തിനായാലും മുർസലിനായാലും അങ്ങനെയാണ് അർസല എന്നാണ് പ്രയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതിൽ നിന്ന് അതുകൊണ്ട് ഈ അത്ലഖ ഗൈറു വാഹിദിൻ മിമ്മൻ ലാ യുലാഹിദു മവാഖി ഇസ്തിമാലിഹി, മുഹദ്ദിസീങ്ങളുടെ ഇസ്തിമാൽ അവരുടെ ഉപയോഗത്തിൻ്റെ മവാഖി മനസ്സിലാക്കാത്തവരിൽ നിന്ന് ഗൈറു വാഹിദ് പലരും, ഒന്നിലധികം ആളുകൾ പലരും ആരോപിച്ചു അല കസീരിൻ മിനൽ മുഹദ്ദിസീന, മുഹദ്ദിസീങ്ങളിൽ നിന്ന് അധികം ആളുകളുടെ മേൽ അവർ ആരോപിച്ചു എന്ത്, അന്നഹും ആ മുഹദ്ദിസീങ്ങൾ ലാ യുഗായിറൂന ബൈനൽ മുർസലി വൽ മുൻഖത്തി, മുൻഖത്തിൻ്റെയും മുർസലിൻ്റെയും ഇടയിൽ അവർ ഫർക്ക് പറഞ്ഞിട്ടില്ല, മുഗായർ താക്കിയിട്ടില്ല എന്ന് ആരോപണം പറഞ്ഞു. വലൈസ കദാലിക, അത് ശരിയല്ല. ആണ് ലിമാ ഹറനാഹു, നമ്മൾ മുമ്പ് തഹരീറാക്കി ഒന്നിൻ്റെ കാരണം കൊണ്ട്. വഖല്ലമൻ നബുഹ അലൻ നുക്തത്തി, ഫായിദകളുടെ മേൽ ഉണരുന്ന ആളുകൾ കുറഞ്ഞു. ഫിദാലിക, ഈ വിഷയത്തിലുള്ള ഫായിദകളുടെ മേൽ മനസ്സിലാക്കുന്ന, ഫായിദകളുടെ മേൽ ഉണരുന്ന ആളുകൾ കുറവായിരിക്കുന്നു. അല്ലാഹു ആലം. ആ ചർച്ച അവിടെ തീർന്നു. ഇനി ഖബറുൽ ആഹാദി, ഇനി സഹീഹായ ഹദീസിന്റെ അഖ്സാമുകളും അതിന്റെ മർത്തബകളും പറയുകയാണ്. ഖബറുൽ ആഹാദി, ആഹാദായ ഖബറുകൾ എന്ന് പറഞ്ഞാൽ മുത്തവാത്തിർ അല്ലാത്തത്. മുത്തവാത്തിർ അല്ലാത്ത ഹദീസുകൾ അത് എന്താണ്, സഹീഹ്, ഹസന്, ലഈഫ്, ഇങ്ങനെ പല ഓഹരിയായിട്ട് ഓഹരിയാകും. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖബറുൽ ആഹാദി, ആഹാദായ ഖബർ ബിനഖ്ലി അദിലിൻ, ഒരു അദിലായ ആള് റിവായത്ത് ചെയ്യലുണ്ട്. എങ്ങനത്തെ അതില്, താമിൽ ലബ്തി, ലബ്ത്ത് താമായ കാമിലായ ലബ്ത്തുള്ള, കേട്ടാൽ അത് അപ്പടി തന്നെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല, അത് എപ്പോൾ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. ലബ്ത്തിൻ്റെ ഒക്കെ തഫ്സീറുകൾ ശേഷം വരും. അപ്പോൾ കാമിലുൽ ലബ്ത്തായ, അതാ താമിൽ ലബ്ത്ത് എന്ന് പറഞ്ഞാൽ, നാഖിസ് ലബ്ത്തല്ല, താമിൽ ലബ്ത്തായ അതിൽ റിവായത്ത് ചെയ്യൽ കൊണ്ടുള്ള ഖബർ. അത് തന്നെ മുത്തസില സനദി, ആ ഖബർ ആഹാദ് തന്നെ സനദ് മുത്തസിലായ നിലയിൽ, ഗൈറ മുഅല്ലലിൻ, മുഅല്ലലല്ലാത്ത, ഗൈറ മുഅല്ലിലിൻ, ഇല്ലത്തുള്ളതല്ലാത്തതായ നിലയിൽ. ഇലലുള്ള ഹദീസുമല്ല, ഇലലൊന്നും ഇല്ലാത്ത സനദ് മുത്തസിലായ നിലയിൽ. വലാ ഷാദിൻ, ഷാദുമല്ലാത്ത. താമുൽ ലബ്ത്തായ അതിലായ ആള് റിവായത്ത് ചെയ്യൽ കൊണ്ട് ആ ഖബർ ആഹാദ് ഹുവ സഹീഹു, അതാണ് ഹുവ സഹീഹു ലിദാത്തിഹി, അതാണ് സഹീഹുൽ ലിദാത്ത്, ദാത്തിന് വേണ്ടി തന്നെ. ആ ഹദീസിന്റെ ആ ഖാസായ സനദിലേക്ക് നോക്കിയിട്ട് തന്നെ അതെന്താണ്, സഹീഹായ ഹദീസാണ്. കാരണം അത് അതിലായ ആൾ റിപ്പോർട്ട് ചെയ്യാണ്, താമുൽ ലബ്ത്തായ ആളാണ്, സനദ് മുത്തസിലാണ്, മുഅല്ലല അല്ല, അതുപോലെ തന്നെ ഷാദു അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദാത്തിലേക്ക് നോക്കി തന്നെ ആ ഖബർ എന്താണ്, സഹീഹായ ഖബറാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അസ്സഹീഹുൽ ലിദാത്തി. വഹാദ, ഈ പറയുന്നത്, ഈ അസ്സഹീഹുൽ ലിദാത്തിഹി എന്ന് പറഞ്ഞത് അത് അവ്വലു തഖ്സീമിൽ മഖ്ബൂലി,
മഖ്ബൂലിനെ ഓഹരിയാക്കുന്ന, മഖ്ബൂലായ ഹദീസിനെ ഓഹരിയാക്കുമ്പോൾ കരസ്ഥമാകുന്നതിൽ നിന്ന് ഒന്നാമത്തെ കിസ്മാണ്. അപ്പോൾ ഒരു അതിനാമുലാവസത്തിന് വേണ്ടിയിട്ട് ആണ് അവിടെ ഇളാഫത്ത്. അല്ല ആദ്യത്തെ അവ്വലു തഖ്സീമെന്നല്ല, ആദ്യത്തെ തഖ്സീമെന്നല്ല അവിടെ അർത്ഥം. മഖ്ബൂലിനെ തഖ്സീമാക്കുമ്പോൾ തഖ്സീമാക്കുന്നതിൽ നിന്ന് ഹാസിലാകുന്ന ആദ്യത്തെ കിസ്മ്, അതാണ് സഹീഹുൽ ലിദാത്തി. എന്തിലേക്ക് ഓഹരിയാക്കുക? ഇല അർബാത്തി അൻവാ, 4 ഇനത്തിലേക്ക് ഓഹരിയാക്കുമ്പോൾ കരസ്ഥമാക്കുന്ന ഒന്നാമത്തതാണ് ഈ സഹീഹുൽ ലിദാത്തി എന്നുള്ളത്. അതെന്താണ് ഈ 4 എണ്ണത്തിലേക്ക് ഓഹരിയാക്കിയത്, അല്ലെങ്കിൽ 4ന്റെ മേൽ ഇതിനെ ഹസറാക്കിയത് എന്തുകൊണ്ടാണ്? അത് ലി അന്നഹു, കാരണം ആ മഖ്ബൂലായ ഹദീസ് ഇമ്മ അൻ യസ്തമില മിൻ സിഫാത്തിൽ ഖബൂലി, ഒന്നെങ്കിൽ അത് കബൂലിയത്തിന്റെ സിഫാത്തിൽ നിന്ന് അത് ചുറ്റും എന്തിന്റെ മേൽ? അല അലഹ, ആ സിഫാത്തിൽ നിന്ന് ഏറ്റവും അലയായ സിഫാത്തിന്റെ മേൽ മുസ്തമിലാകും. അലയായ സിഫാത്തുകൾ. ഇപ്പൊ അലയായ സിഫാത്തിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ അതിലാകുക, താമിളത്താകുക പോലെയുള്ള സിഫാത്തുകൾ, അങ്ങനത്തെ അലയായ സിഫാത്തിന്റെ മേൽ മുസ്തമിലായിട്ട് ഒന്നുകിൽ അങ്ങനെ വരും, അല്ലെങ്കിലോ ഔല, അല്ലെങ്കിൽ ആ അലയായ സിഫാത്തിന്റെ മേൽ മുസ്തമിലാകുകയില്ല. ഖബൂലിന്റെ ശുറൂത്തുകളിൽ നിന്ന് അലയായ ഷർത്തിന്റെ മേൽ മുസ്തമിലാകൂല. അലയായ ഷർത്തിന്റെ മേൽ മുസ്തമിലാവാതിരിക്കുമ്പോൾ അത് 3 രൂപത്തിൽ വരും. അതാണ് ഒന്ന് സഹീഹുൽ ഗൈറും, ഹസനുൽ ലിദാത്തും, ഹസനുൽ ഗൈറും. അത് ഈ ഖബൂലിന്റെ ശുറൂത്തിൽ നിന്ന് അലയായ സിഫത്തിന്റെ മേൽ മുസ്തമിലാകാത്തതാണ്. അപ്പോൾ അതങ്ങനെ 3 നിലയ്ക്ക് വരും. അലയായ സിഫത്തിന്റെ മേൽ മുസ്തമിലായ ഒന്ന് അത് സഹീഹുൽ ലിദാത്തുമാണ്. അതാണ് ഓരോന്ന് ഇനി വിശദീകരിക്കുന്നത്. അല്ലവ്വലു, ഒന്നാമത്തത് ഏത്? അലയായ സിഫാത്തിന്മേൽ മുസ്തമിലായ അത് അസ്സഹീഹുൽ ലിദാത്തിഹി, അതിനാണ് സഹീഹുൽ ലിദാത്ത്. നമ്മൾ മേളിൽ പറഞ്ഞ അതിൽ റിവായത്ത് ചെയ്യുക, താമുള്ളബത്തായ ആളാകുക, സനദ് മുത്തസിലായതാകുക, മുഅല്ലൽ അല്ലാത്തതാകുക, ഷാദ് അല്ലാത്തതാകുക, ഇങ്ങനെ പറഞ്ഞ അലയായ സിഫത്തിന്മേലുള്ള അത് എന്താണ്? സഹീഹുൽ ലിദാത്താണ്. വത്താനി, രണ്ടാമത്തേത് ഏത് പറഞ്ഞത്? രണ്ടാമത്തത് ഈ ഖബൂലിയത്തിന്റെ സിഫാത്തിൽ നിന്ന് അലയുടെ മേൽ മുസ്തമിലാകാത്തത്. അത് അപ്പോൾ അതിനെന്തുണ്ട്? ഖുസൂറുണ്ട്. ആ അലയായ സിഫാത്തിന്റെ മേൽ മുസ്തമിലാകുന്നതിനെ തൊട്ട് ഖുസൂറായി. അപ്പോ ആ രണ്ടാമത്തത് ഇൻ വുജിദ, എത്തിക്കപ്പെട്ടാൽ, മാ യജ്ബറു ദാലിക്കൽ ഖുസൂറ, ആ അല്ലെങ്കിൽ യുജ്ബിറു, മാ യുജ്ബിറു ദാലിക്കൽ ഖുസൂറ, ആ ഖുസൂറിനെ പരിഹരിക്കുന്ന ഒന്നിനെ എത്തിക്കപ്പെട്ടാൽ, ഏതുപോലെ? കസറത്തു തുറുക്ക് പോലെ എത്തിക്കപ്പെട്ടാൽ. അപ്പോ അലയായ സിഫാത്തിന്മേൽ മുസ്തമിലല്ല, ഖുസൂറുകൾ ഉണ്ടാവും. കാരണം ആള് ചിലപ്പോ അദാലത്ത് അറിയപ്പെട്ട മഅറൂഫ അൽ അദാലത്ത് ആയില്ല, ചിലപ്പോൾ മഅറൂഫ് അൽ അദാലത്ത് സിദ്ഖൊക്കെ ഉണ്ടാകും, പക്ഷേ അയാളുടെ സൂഹുൽ ഹിഫ്ദ് പേടിക്കപ്പെടുന്ന ആളാകും. അപ്പോ എന്ത് ചെയ്യും? അവിടെ ഒരു ന്യൂനതയായി, വാലയായ സിഫത്തിലേക്ക് എത്തിയില്ല. അപ്പോ ആ ഖുസൂറിനെ പരിഹരിക്കാൻ എന്ത് ചെയ്തു? കുറേ കസറത്ത് തുറക്കുകൾ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ
ഈ ഇദ്ദേഹത്തിന് സൂഉൽ ഹിഫ്ള് ഉണ്ട് എന്ന് ഉള്ളത് പേടിക്കപ്പെടുന്ന ആ ഖുസൂർ എന്ത് ചെയ്യും? ഈ കുറെ കസറത്ത് തുറക്കുകൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് അതിനെ പരിഹരിക്കപ്പെടും. അപ്പോൾ ആ ഹദീസ് എന്ത് ചെയ്യാം? പിന്നെ അതിന്റെ സിഹത്ത് കൊണ്ട് ഹുക്മ ചെയ്യാം എന്നാ പറഞ്ഞത്. അപ്പോൾ ആ ഖുസൂറിനെ പരിഹരിക്കാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ ഫഹുവ സഹീഹു അയ്ളൻ, അതും വീണ്ടും സഹീഹ് തന്നെയാണ്. പക്ഷെ ലാക്കിൻ ലാലി ദാത്തിഹി, അതിന്റെ ദാത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താ വരിക? അത് വയറിന് വേണ്ടിയിട്ടാണ് വരിക. ആ ഖാസായ സനദിലേക്ക് നോക്കിയിട്ട് അതെന്തല്ല, സഹീഹ് അല്ല. പക്ഷെ അത് അതിന്റെ കസറത്ത് തുറക്ക് അതുപോലെ തന്നെ, കസറത്ത് തുറക്ക് പോലെ തന്നെയാണ് മറ്റൊരു ജബർ, എന്ത് ജാബർ, ഏത് ഇപ്പൊ ഉലമാക്കൾ അതിനെ കബൂൽ കൊണ്ട് ഏറ്റെടുക്കുക പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള എന്തെങ്കിലും ജാബർ കൊണ്ട് അതിനെ പരിഹരിച്ചാൽ അപ്പോ അത് ആ വയറിന്റെ കാരണം കൊണ്ട് സഹീഹായതാണ്, അല്ലാതെ ദാത്തിന് വേണ്ടി സഹീഹല്ല. ഇനി വഹൈതു ലാ ജബ്റാന, ഇനി ഇതിനെന്തില്ല? ആ ഖുസൂറിനെ ജബർ ചെയ്യാൻ ഒന്നുമില്ല, ജബർ ചെയ്യാൻ ഇല്ലാത്ത നിലക്കാണ്. അപ്പോ ആൾക്കൊരു സൂഉൽ ഹിഫ്ളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യല്ല, ആ ഹദീസിനെ പിന്നെ ജബർ ചെയ്യാൻ അതുപോലെ വേറെ തുർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. മേൽ പറഞ്ഞ അയല സിഫാത്തുകൾ കൊണ്ട് പിന്നെ ഉള്ള ആള് റിവായത്ത് ചെയ്തതുമല്ല, പിന്നെ അതിന്റെ താഴെ സിഫാത്തിലുള്ള ആളാണ്. അല്ലെങ്കിൽ ആ അയലയായ സിഫാത്തിൽ എന്ത് ചെയ്ത് ഖുസൂറുണ്ട്, കാമില് താമുല്ലബത്തല്ല. അതുപോലെ തന്നെ പിന്നെ ആളെന്താണ്, പിന്നെ മഅറൂഫുൽ അദാലത്തല്ല, പിന്നെ സൂഉൽ ഹിഫ്ള് ഒക്കെ ഉണ്ട് താനും. അങ്ങനൊക്കെയുള്ള ആണ്. പക്ഷെ എന്നാൽ അത് പരിഹരിക്കാനുള്ള ഒന്നും ഉണ്ടായിട്ടുമില്ല. എന്നാൽ ആ ഹദീസ് ഫഹുവൽ ഹസനുൽ ലിദാത്തിഹി, അതിനെ ഹസനുൽ ലിദാത്തിഹി എന്നാ പറയൂ. സഹീഹുൽ ലിദാത്തി എന്നതിന് പറയില്ല, ഹസനുൽ ലിദാത്തിഹി എന്ന് പറയും. ഇനി വ ഇൻ ഖാമത്ത്, ഇനി ഹസനിലാത്തില് അതില് ഇൻ ഖാമത്ത് ഖരീനത്തുൻ തുറജ്ജിഹു ജാനിബ ഖബൂലി മാ യതവഖഫു ഫീഹി, മുഹദ്ദിസീങ്ങൾ തവഖുഫാകുന്ന ഒന്നിനെ സ്വീകരിക്കുന്നതിന്റെ ജാനിബിനെ, അപ്പോൾ അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന കബൂലും അതുപോലെ തന്നെ റദ്ദും മുത്തസാവിയാകുന്നിടത്ത് ഹദീസ് ഹസനാണ്. അപ്പോൾ അതിനെ കബൂൽ ചെയ്യണോ റദ്ദ് ചെയ്യണോ എന്ന വിഷയം എന്താണ് മുത്തസാവിയായി വരുന്നിടത്ത്, അപ്പോൾ കബൂലിയത്തിന്റെ ജാനിബിനെ തർജീഹാക്കുന്ന വല്ല കരീനത്തും നിന്നാൽ മുഹദ്ദിസീങ്ങൾ തവഖുഫാകുന്ന ഒന്നിന്റെ കബൂലിയത്തിനെ, മുഹദ്ദിസീങ്ങൾ തവഖുഫാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം തവഖുഫുൽ ഉലമാഇ അനിൽ അമലി ബിഹി, ആ ഹദീസ് കൊണ്ട് അമല് ചെയ്യുന്നതിനെ തൊട്ട് ഉലമാക്കൾ തവഖുഫായി. ഇമ്മാലി ളുഹൂരി ളുഫിഹി ഔലി ആദമി ളുഹൂരി ശൈഇൻ മിൻ ഹസനി വളുഫി ഫീഹി, ഒന്നെങ്കിൽ അതിന്റെ ളുഫ് ലാഹിറായതിനു വേണ്ടി, അല്ലെങ്കിൽ ഒന്നും ഒരു ശൈഉം ലാഹിർ ആകാത്തതിന് വേണ്ടി. ഹസനാണോ ലഈഫാണോ എന്ന് ലാഹിർ ആകാത്തതിന് വേണ്ടി ഉലമാക്കൾ എന്ത് ചെയ്ത് അതിനെ തൊട്ട് അമല് ചെയ്യുന്നതിനെ തൊട്ട് അവർ തവഖുഫായി. അപ്പോ ഇതിനെ എന്ത് ചെയ്യാം, ഇതിനെ ഈ മുഹദ്ദിസീങ്ങൾ തവഖുഫായ ഇത് അതിനെ ജബർ ചെയ്യാം. അതിന്
അതിനെ കബൂല് ചെയ്യുന്നതിനെ, അതിനെ സ്വീകരിക്കുന്നതിന്റെ ജാനിബിനെ തർജീഹാക്കുന്ന വല്ല കരീനത്തും നിന്നാൽ ഫഹുവൽ ഹസനു, അപ്പോൾ അതും ഹസനാണ് ഐദൻ വീണ്ടും. പക്ഷേ ലാക്കിൻ ലിദാത്തിഹി, അതിന്റെ ദാത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഖാരിജിയായ കരീനത്തിന് വേണ്ടിയിട്ടാണ്. കസറത്ത് തൂർക്ക് പോലെ അല്ലാത്തത് പോലെ ആയ പിന്നെ ഖാരിജിയായ ഒരു കരീനത്ത് കൊണ്ട് അതെന്താണ്, ഹസനാണ്. പക്ഷെ ഹസനിന്റെ ഗൈറാണ്, ഹസനിന്റെ ദാത്തല്ല. ഇപ്പോൾ ഇവിടെ 4 ഇനങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് സഹീഹുൽ ലിദാത്ത്, മറ്റൊന്ന് സഹീഹുൽ ലിഗൈർ, ഹസനുൽ ലിദാത്ത്, ഹസനുൽ ലിഗൈർ. അവിടെ നുക്തത്തുൽ ഖററിൽ ആ രണ്ടാമത്തെ ഇനം പറയുന്നിടത്ത് വത്താനി ഇൻ വുജിദ മാ യജ്ബറു ദാലിക്കൽ ഖുസൂറ എന്ന് പറഞ്ഞതിന്റെ ശറഹിൽ മൂപ്പര് പറയുന്ന അൽ മുറാദു ബി ദാലിക്കൽ ഖുസൂരി അൽ ഖുസൂറു അനിൽ ഇസ്തിമാലി മിൻ സിഫാത്തിൽ ഖബൂലി അലാ അലാഹ. അപ്പോൾ ആ സിഫാത്തിൽ നിന്ന്, ഖബൂലിന്റെ സിഫാത്തിൽ നിന്ന് അയലയുടെ മേലും മുസ്തമിലാകുന്നതിനെ തൊട്ട് ഖുസൂറായി എന്നാണ്. അപ്പോൾ ആ ഖുസൂർ വഹുവ മൗജൂദുൻ ബിൽ അഖ്സാമി സലാസത്തിൽ മദ്കൂറത്തെ ആനിഫൻ. ഇനി ഉടനെ പറയുന്ന 3 ഇനത്തിലും എന്താണ്, ആ ഖുസൂർ ഉണ്ട്. 3 ഇനത്തിലുണ്ട്. അപ്പോൾ അമ്മ ജബറു ദാലിക്കൽ ഖുസൂരി, അപ്പം ആ ഖുസൂറിനെ പരിഹരിക്കൽ ഫലാ യൂജദു ഇല്ലാ ബി സഹീഹി ലിഗൈരിഹി, സഹീഹി ലിഗൈറിൽ അല്ലാതെ അത് എത്തിക്കപ്പെടുകയില്ല. കാരണം എന്താ, ബി അന്നഹു ഇന്നമാ യകൂനു ബി റഫ്ഇൽ ഖുസൂരി അനി സഹീഹി ലിദാത്തി, സഹീഹി ലിദാത്തിയെ തൊട്ടുള്ള ഖുസൂറിനെ റഫ് ചെയ്യേണ്ടതുണ്ടാകും. അത് എങ്ങനെ, ബി അൻ യർഫ അൽ ഹദീസ അല്ലദീ ലൈസ ബി മുസ്തവ സഹീഹി ലിദാത്തി, സഹീഹി ലിദാത്തിന്റെ നിലയിലുള്ള, സഹീഹി ലിദാത്തിന്റെ നിലയിലുള്ളതല്ലാത്ത ഹദീസിനെ ഉയർത്തുക, ഇല മുസ്തവാഹുവ, സഹീഹിന്റെ മുസ്തവയിലേക്ക് ഉയർത്തലുകൊണ്ട് എന്ത് ചെയ്യാം, അങ്ങനെ പരിഹരിക്കാം. അത് ദാലിക്കലായക്കൂനും ഇല്ല ബി സഹീഹി ലിഗൈരി, ആ സഹീഹി ലിഗൈറിൽ അല്ലാതെ അത് പറ്റൂല. നഅം, എങ്കിലും യൂജദു ഫിൽ ഹസനി, ഹസനിലും എന്ത് ചെയ്യും, ആ ജബർ, ആ ഖുസൂറിനെ പരിഹരിക്കൽ എത്തിക്കപ്പെടും. ഹസൻ ലിഗൈറിൽ എത്തിക്കപ്പെടും. ഐദൻ മാ യുജ്ബർ ഖുസൂറുഹു, അതിന്റെ ഖുസൂറിനെ പരിഹരിക്കപ്പെടുന്ന എത്തിക്കപ്പെടും. പക്ഷെ ലാക്കിൻ ജാബിറുഹു, അവിടെ പരിഹരിക്കുന്നത് ലാ യുജ്ബിറു ഖുസൂറഹു അനി സഹീഹി ലാത്തിഹി, സഹീഹി ലാത്തിന്റെ തൊട്ടുള്ള ഖുസൂറിനെ പരിഹരിക്കുന്ന പോലത്തെ ജാബർ അല്ല ഇവിടെ ഉള്ളത്. ബൽ യുജ്ബിറു ഖുസൂറഹു അനിൽ ഹസനിൽ ലാത്തി, ഹസനിൽ ലാത്തിനെ തൊട്ടുള്ള ഖുസൂറിനെ പരിഹരിക്കലാണ്. അല്ലാതെ സഹീഹുൽ ലാത്തിനെ തൊട്ടുള്ള ഖുസൂറിനെ പരിഹരിക്കുന്ന ജാബർ അല്ല ഇവിടെ വരുന്നത്. ഹസനുൽ ലാത്തിനെ തൊട്ടുള്ള ഖുസൂറിനെ പരിഹരിക്കുന്നതാണ് വരുന്നത് എന്ന് മുസന്നിഫ് ഇതിന്റെ നുഖ്തത്തുൽ ഖററിന്റെ ഇമാം ഖുർസി എന്നവരത് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇനി വഖദ്ദമൽ കലാമ അല സഹീഹി ലിദാത്തിഹി, ഇവിടെ സഹീഹി ലിദാത്തിന്റെ മേലുള്ള കലാമിനെ മുന്തിച്ചു. ഖദ്ദമൽ കലാമ, മുസന്നിഫ് സംസാരത്തെ മുന്തിച്ചു. അല സഹീഹി ലിദാത്തിഹി, സഹീഹി ലിദാത്തിന്റെ മേലുള്ള കലാം. അവിടെ അലയുടെ താല്ലുക്കൽ കലാമിലേക്ക് വെക്കണം. അല്ല സഹീഹി ലിദാത്തിനേക്കാൾ മുന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല. അപ്പൊ അലയുടെ താല്ലുക്ക് കലാമിലേക്ക് വെച്ചിട്ട് സഹീഹി ലിദാത്തിന്റെ മേലുള്ള കലാമിനെ ഇവിടെ എന്ത് ചെയ്തു, മുന്തിച്ചു എന്ന്. അതെന്തിനു വേണ്ടി, ഒഴുവി റുതുബത്തി, അതിന്റെ മർത്തബ ഉയർന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം അതിനെ പറഞ്ഞത് മറ്റുള്ളതിനെ അപേക്ഷിച്ച്.
ഇനി വൽ മുറാദു ബിൽ അദിലി, അതില് നഖ്ല് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞു. ആ അതില് കൊണ്ടുള്ള മുറാദ് മല്ലഹു മലക്കത്തുൻ, മൻ ഒരാളാണ്, അതില് കൊണ്ടുള്ള മൻ ഒരാള്, ലഹു അവന് അദ്ദേഹത്തിനുണ്ട്, മലക്കത്തുൻ ഒരു കഴിവുണ്ട്. എങ്ങനത്തെ മലക്ക? തഹ്മിലുഹു ആ മലക്ക അവനെ പ്രേരിപ്പിക്കും. എന്തിനു വേണ്ടി? എന്തിന്റെ മേൽ? അലാ മുലാസമത്തി തഖ്വ വൽ മുറുവത്തി, മുറുവത്തിന്റെയും തഖ്വയുടെയും മാന്യതയുടെയും തഖ്വയുടെയും മേൽ മുലാസിമാകുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കും. അങ്ങനത്തെ മലക്ക ഉള്ള ആൾക്കാണ് അതില് എന്ന് പറയാ. അപ്പോ അതില് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാല് അതാണ്. അപ്പോ എപ്പോഴും തഖ്വയില് മുറുവത്തിലും നിലനിൽക്കുന്ന ആള്, ആ അതിൽ നിലനിർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു മലക്കുള്ള ആൾ. വൽ മുറാദ് ബി തഖ്വ, ഈ പറഞ്ഞ തഖ്വ കൊണ്ടുള്ള മുറാദ് ഇജ്തിനാബുൽ അഅമാലി സയ്യിഅത്തി, മോശമായ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കുക. മിൻ ശിർക്കിൻ ഔ ഫിസ്കിൻ ഔ ബിദ്അത്തിൻ, ശിർക്ക്, ഫിസ്ക്, ബിദ്അത്ത് പോലെയുള്ള മോശമായ അമാലുകളെ ഒഴിവാക്കുന്നതിന് തഖ്വ എന്ന് പറയാം. പിന്നെ വല്ലബ്തു, താമിൽ ലബ്തി നമ്മൾ ഇത് പറഞ്ഞിരുന്നു. ആ ലബ്ത്ത് എന്ന് പറഞ്ഞാൽ ലബ്താനി, രണ്ട് ലബ്ത്ത് തരം ലബ്ത്തുകളുണ്ട്. ഒന്ന് ലബ്തു സദിരിൻ, അവിടെ നിൽക്കട്ടെ, അത് പിന്നെ